അസ്സലാമു നമസ്കാരം. മറ്റൊരു മനോഹരമായ വീടിന്റെ ഹോം ടൂർ വിശേഷങ്ങളായിട്ടാണ് കേട്ടോ ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത്. ഏകദേശം 7 സെന്റ് സ്ഥലത്ത് 1600 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമോട് കൂടിയിട്ടാണ് കേട്ടോ നമ്മുടെ ഈ വീട് വന്നിട്ടുള്ളത്. പിന്നല്ലേ നമ്മുടെ ഈ വീട് വന്നിട്ട് മലപ്പുറം ജില്ലയിലെ കുറ്റിപ്പുറത്തിനടുത്ത് ഐങ്കലത്തുള്ള ഹുറൈറ നുസ്രത്ത് ദമ്പതികളുടെ വീടാണ്. വീടിന്റെ കൂടുതൽ വിശേഷങ്ങളൊക്കെ അറിയണ്ടേ? അതിന് മുന്നായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വെൽക്കം ബാക്ക് ടു ഹൈസം വ്ലോഗ്. ഏകദേശം 7 സെന്റിലാണ് ഈ വീട് നിൽക്കുന്നതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കറക്റ്റ് പറയുകയാണെങ്കിൽ 6.25 സെന്റിലാണ് കേട്ടോ. നമ്മുടെ ഈ ഒരു പ്ലോട്ടിന്റെ ഷേപ്പ് അനുസരിച്ച് കുറച്ച് നീളത്തിലായിട്ടാണ് വീട് വന്നിട്ടുള്ളത്. ഇവിടെ സിറ്റ് ഔട്ടും ആ ഒരു ഭാഗത്തേക്ക് വരികയാണെങ്കിൽ അവിടെ ആയിട്ട് കിച്ചൺ ആണ് കേട്ടോ വരുന്നത്. അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അകത്തുനിന്ന് പരിചയപ്പെടാം. ഫ്രണ്ടിലായിട്ട് അത്യാവശ്യം മുറ്റൊക്കെ വരുന്നുണ്ട്. മുറ്റത്ത് ഇതുപോലെ ബേബി മെറ്റലാണ് കേട്ടോ ഇട്ടിട്ടുള്ളത്. പുറമേ നിന്ന് നോക്കുമ്പോഴേ ഏതൊരാൾക്കും ഇഷ്ടപ്പെടുന്ന തരത്തിൽ ഒത്തിരി മനോഹരമായിട്ടാണ് കേട്ടോ ഈ വീട് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. വൈറ്റ് ആൻഡ് ഡാർക്ക് ഗ്രേ ഷെയ്ഡിലാണ് പെയിന്റിങ് കൊടുത്തിട്ടുള്ളത്. ബോർഡേഴ്സും ബാൽക്കണീന്റെ മുകളിൽ ഇത് 2 വശത്തെ ഷോവാളും ഹൈലൈറ്റ് ചെയ്യുന്ന തരത്തിൽ ആ ഒരു ഡാർക്ക് ഗ്രേ ഷെയ്ഡ് യൂസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഷോവാള് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പെയിന്റിങ് മാത്രമല്ല 2 വശത്തായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു വശത്ത് ഒരു ഡയമണ്ട് ഷേപ്പിലും ഒരു വശത്ത് ലൈൻസ് ആയിട്ടും പ്ലാസ്റ്ററിംഗ് ഡിസൈൻ ഒക്കെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എക്സ്റ്റീരിയർ ലുക്ക് ഒത്തിരി മനോഹരമായിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോ നോക്കുകയാണെങ്കിൽ ഒത്തിരി എക്സ് ലൈറ്റ്സും LED ലൈറ്റ്സും ഒരു വശത്തായിട്ട് പ്രൊഫൈൽ ലൈറ്റ് ഒക്കെ കൊടുത്തതുകൊണ്ട് നൈറ്റ് വ്യൂ വന്നിട്ടും അടിപൊളിയായിരിക്കും. ഇവിടെ ഓപ്പൺ സിറ്റ് ഔട്ട് കൺസെപ്റ്റ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത്. നമ്മുടെ സിറ്റ് ഔട്ടിനോട് ചേർന്ന് ഈ ഭാഗത്ത് വോളായിട്ട് നോക്കുകയാണെങ്കിൽ എക്സ്റ്റീരിയറിനെ ഭംഗിയാക്കുന്ന തരത്തിൽ വലിയൊരു UPVC വിൻഡോ ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. അവിടെ ആയിട്ട് തന്നെ ഇതുപോലെ ഒരു ഗാർഡൻ സ്പേസും അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. ആ ഭാഗത്ത് റൂഫിലായിട്ട് ഇതുപോലെ ഓരോരോ കട്ടിങ് കൊടുത്തിട്ട് അതിലായിട്ട് ഗ്ലാസ് ആണ് കേട്ടോ വരുന്നത്. സിറ്റ് ഔട്ടിലേക്ക് കയറാനായിട്ട് ഫ്രണ്ടിൽ നീളത്തിൽ 2 സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട്. സ്റ്റെപ്പിലും സിറ്റ് ഔട്ടിലും ഒക്കെ ആയിട്ട് മാർബിൾ ആണ് കേട്ടോ വരുന്നത്. ഈ മാർബിളിന് സ്ക്വയർ ഫീറ്റിന് ഏകദേശം 83 രൂപയാണ് കേട്ടോ ആയിട്ടുള്ളത്. ഇവിടെ നമ്മുടെ സിറ്റ് ഔട്ട് നോക്കുകയാണെങ്കിൽ ഒരു L ഷേപ്പിലായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇവിടെ ഓപ്പൺ സിറ്റ് ഔട്ട് ആണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 2 വശത്തായിട്ട് 2 പില്ലേഴ്സ് കൊടുത്തിട്ടുണ്ട്. പില്ലേഴ്സിലായിട്ട് നോക്കുകയാണെങ്കിൽ ക്ലാഡ് ടൈലാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. നമ്മളില്ലേ സിറ്റ് ഔട്ടിലേക്ക് കയറി വരുമ്പോഴേ ഇരിക്കാൻ പറ്റുന്ന രീതിക്ക് ഇവിടെ ആയിട്ട് ഒരു 3 സീറ്റർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. വുഡിന്റെ ആണ് കേട്ടോ. ഇവിടെ ബാക്ക് വോളായിട്ട് നോക്കുകയാണെങ്കിൽ 2 സിംഗിൾ വിൻഡോസ് വരുന്നുണ്ട്. കൂടാതെ നമ്മൾ മെയിൻ ഡോറിലേക്ക് വരികയാണെങ്കിലും തേക്കിന്റെ വുഡിലാണ് ചെയ്തിട്ടുള്ളത്. 4/4 വരുന്ന വുഡിന്റെ ഡബിൾ ഡോർ ആണ് കേട്ടോ. ഈ വുഡിൽ തന്നെയാണ് 2 ഹാൻഡിൽസും കൊടുത്തിട്ടുള്ളത്. നമ്മുടെ സിറ്റ് ഔട്ടിലെ സീലിംഗിലായിട്ട് നോക്കുകയാണെങ്കിൽ LED ലൈറ്റ്സ് തന്നെയാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇനി നമുക്ക് അകത്തെ വിശേഷങ്ങളൊക്കെ നോക്കിയല്ലേ. അങ്ങനെ നമ്മൾ ഇത് അകത്തേക്ക് കയറി വന്നിട്ടുണ്ട്. ഇവിടെ നല്ല സൗകര്യത്തിൽ ലിവിങ്ങും ഡൈനിങ്ങും ഒക്കെ കൂടിയിട്ടുള്ള അത്യാവശ്യം വലിയൊരു ഹോളാണ് കേട്ടോ വരുന്നത്. നമ്മൾ ഡോർ തുറന്ന് കയറി വരുമ്പോഴേ എന്റെ വലതുവശത്തായിട്ടാണ് ഇവിടെ ലിവിങ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഒരു കോർണറിലായിട്ട് L ഷേപ്പിൽ നല്ല നീറ്റ് ആയിട്ടാണ് കേട്ടോ സോഫേന്റെ സെറ്റിംഗ്സ് വന്നിട്ടുള്ളത്. അത്യാവശ്യം ആൾക്കാർക്ക് ഇരിക്കാൻ കഴിയുന്ന രീതിയിലാണ്. 22,000 രൂപയാണ് കേട്ടോ ഈ സോഫക്ക് ആയിട്ടുള്ളത്. അതിന് ഫ്രണ്ടിലായിട്ട് തന്നെ ഒരു ടീ ടേബിളും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ലിവിങ്ങിന്റെ സീലിംഗ് വളരെ സിമ്പിൾ ആയിട്ടാണെങ്കിലും കാണുമ്പോൾ ഒത്തിരി ഭംഗിയായി തോന്നുന്ന തരത്തിലാണ് ചെയ്തിട്ടുള്ളത്. ഒരു സ്ക്വയർ കട്ടിംഗ് വരുന്നത്. ഉള്ളിലായിട്ട് തന്നെ സ്ട്രിപ്പ് ലൈറ്റ്സും നടുക്കായിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഹാങ്ങിങ് ലൈറ്റും ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. നമ്മൾ സിറ്റ് ഔട്ടിൽ നിന്ന് കണ്ട 2 സിംഗിൾ വിൻഡോസ് അവിടെ വരുന്നുണ്ട്. കൂടാതെ ഈ ഒരു ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ വലിയൊരു വിൻഡോ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ടോട്ടലി സീബ്ര ബ്ലൈൻഡ്സ് ആണ് കേട്ടോ ഇവിടെ കർട്ടൻസ് കൊടുത്തിട്ടുള്ളത്. 36,000 രൂപയാണ് അത് ചെയ്യിക്കാനായിട്ടുള്ളത്. നമ്മുടെ ലിവിങ്ങിനും ഡൈനിങ്ങും കൂടി ഇവിടെ പ്രത്യേകിച്ച് പാർട്ടീഷൻ ഒന്നും കൊടുത്തിട്ടില്ല. സീലിംഗിലേക്ക് വരികയാണെങ്കിൽ 2ഉം സെപ്പറേറ്റ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മുടെ ലിവിംഗിൽ നിന്ന് ഡൈനിങ്ങിലേക്ക് വരുമ്പോൾ ഇവിടെ ആയിട്ടാണ് നമ്മുടെ ടേബിൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. 6 പേർക്ക് ഇരിക്കാൻ കഴിയുന്ന തരത്തിലാണ് കേട്ടോ വരുന്നത്. ഈ ചെയറൊക്കെ വന്നിട്ട് മഹാഗണി വുഡിലാണ്. ഏകദേശം 20,000 രൂപയാണ് ഈ ഒരു സെറ്റിനായിട്ടുള്ളത്. നമുക്ക് ലിവിംഗിലും ഡൈനിങ്ങിലും കാണാൻ പറ്റുന്ന രീതിക്ക് ഈ ഒരു വോളിലായിട്ടാണ് TV യൂണിറ്റിലുള്ള ഒരു സെറ്റിംഗ്സ് കൊടുത്തിട്ടുള്ളത്. ഇത് മൾട്ടി വുഡിലാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് ഷോക്കേസിംഗ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന രീതിക്ക് ഇതുപോലെ സ്റ്റാൻഡും ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഡൈനിങ്ങിന്റെ നേരെ മുകളിലായിട്ട് സീലിംഗ് നോക്കുകയാണെങ്കിലും ഇതുപോലെ സ്ക്വയറിലാണ് വരുന്നത്. കൂടാതെ LED ലൈറ്റ്സും സ്ട്രിപ്പ് ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ട് നല്ല അടിപൊളിയായിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇതുപോലെ മനോഹരമായ രീതിയിൽ നിങ്ങളുടെ ബഡ്ജറ്റ് അനുസരിച്ച് നിങ്ങളുടെ വീട് ഡിസൈൻ ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ വീട് ഡിസൈൻ ചെയ്തിട്ടുള്ളത് സാഫ് ആർക്കിടെക്ട്സ് ആൻഡ് ബിൽഡേഴ്സ് ആണ്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഒന്ന് കോൺടാക്ട് ചെയ്ത് നോക്കണേ. പിന്നെ ഈ വീടിന്റെ സ്ട്രക്ചർ ഒന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. നമ്മുടെ ലിവിങ്ങും ഡൈനിങ്ങും കണ്ടില്ലേ, ഈ ഒരു ഭാഗത്തായിട്ടാണ് കേട്ടോ നമ്മുടെ കിച്ചൺ വന്നിട്ടുള്ളത്. കൂടാതെ ഇവിടെ ആയിട്ട് ഒരു ബെഡ്റൂം വരുന്നുണ്ട്. ടോട്ടൽ 4 ബെഡ്റൂം ആണ്. താഴെ 2ഉം മുകളിലായിട്ട് 2ഉം ആണ്. ഇനി ഈ ഭാഗത്തായിട്ട് നമ്മുടെ സ്റ്റെയർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ കുറച്ച് ഹൈഡ് ആയിട്ടുള്ള രീതിയിലാണ് കേട്ടോ നമ്മുടെ വാഷ് ബേസിൻ ഒക്കെ വരുന്നത്. ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ആയിട്ട് പ്രയർ ഹോളും കാണാം. ഇവിടെ ആയിട്ട് ബെഡ്റൂമും വരുന്നുണ്ട്.
അപ്പൊ നമ്മുടെ വാഷ് ബേസിൻ നോക്കുകയാണെങ്കിൽ ഇവിടെ ആയിട്ട് ഒരു പില്ലർ വരുന്നുണ്ട് കേട്ടോ. ഇതിലായിട്ട് പെയിന്റിംഗ് ആണ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു പില്ലർ ഇവിടെ വരുന്നതുകൊണ്ടാണ് നമ്മുടെ വാഷ് ബേസിൻ കുറച്ച് ഹൈഡ് ആയി നിൽക്കുന്ന പോലെ ഫീൽ ചെയ്യുന്നത്. ഇനിയിപ്പോ ഇങ്ങോട്ട് വരികയാണെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് നല്ല ഭംഗിയിലാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ മൾട്ടി വുഡിലാണ് കേട്ടോ ഇത് ചെയ്തിട്ടുള്ളത്. അവിടെ ആയിട്ട് സ്ക്വയർ മിറർ കൊടുത്തിട്ടുണ്ട്. താഴേക്ക് വരികയാണെങ്കിൽ ടോപ്പിലായിട്ട് നോക്കിയാൽ ആർട്ടിഫിഷ്യൽ ഗ്രാസ് മാറ്റ് കൊടുത്തിട്ട് അവിടെ ആയിട്ട് വൈറ്റ് കളറിലാണ് വാഷ് ബേസിൻ സെറ്റ് ചെയ്തിട്ടുള്ളത്. താഴേക്ക് വരികയാണെങ്കിൽ ഒരു സ്റ്റോറേജ് ബോക്സ് വരുന്നുണ്ട്. ഇവിടെ താഴെ ആയിട്ട് നോക്കി ആർട്ടിഫിഷ്യൽ ഗ്രാസ് മാറ്റ് വരുന്നുണ്ട്. അതിനുള്ളിലായിട്ട് സ്ട്രിപ്പ് ലൈറ്റ്സ് കൊടുത്തുകൊണ്ട് നല്ല ഭംഗിയില്ലേ അത് കാണാൻ. അപ്പൊ ഇവിടെ ആയിട്ട് നമ്മുടെ പ്രെയർ ഹോൾ വരുന്നുണ്ട്. UPVC ഗ്ലാസ് ഡോർ ആണ് കൊടുത്തിട്ടുള്ളത്. സ്ലൈഡിംഗ് ആണ് കേട്ടോ. അത്യാവശ്യം സൗകര്യത്തിൽ നല്ല നീറ്റ് ആയിട്ടാണ് കേട്ടോ ഈ പ്രെയർ ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളതും. അപ്പൊ ഇനി നമുക്ക് നമ്മുടെ ബെഡ്റൂംസ് ഒക്കെ ഒന്ന് നോക്കാം. അപ്പൊ നമ്മൾ ആദ്യത്തെ ബെഡ്റൂമിലേക്കാണ് വരുന്നത്. വളരെ സിമ്പിൾ ആയിട്ട് ഡിസൈൻ ചെയ്ത ഒരു ബെഡ്റൂം ആണ് കേട്ടോ ഇത്. പറയത്തക്ക രീതിയിൽ ഡിസൈനിങ് ഒന്നും വരുന്നില്ല കേട്ടോ. ഇവിടെ ആയിട്ട് ഒരു കോട്ട് കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഇവിടെ വിൻഡോസിലൊക്കെ ആയിട്ട് നോക്കുകയാണെങ്കിൽ സീബ്ര ബ്ലൈൻഡ്സിനാണ് കർട്ടൻസ് കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മളിതാ ഈ ഒരു കോർണറിലേക്ക് വരുമ്പോൾ ഇവിടെ ആയിട്ടാണ് കേട്ടോ നമ്മുടെ വാർഡ്രോബ് സെറ്റ് ചെയ്തിട്ടുള്ളത്. വൈറ്റ് കളറിലാണ് വരുന്നത്. അലുമിനിയം ഫാബ്രിക്കേഷനിലാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ സീലിംഗിലായിട്ട് 4 വശത്തായിട്ട് 4 LED ലൈറ്റ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. ഈ റൂമിലായിട്ട് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. നമുക്ക് അതൊന്ന് നോക്കിയാലോ. ബാത്റൂമിൽ ഇതേ ഒരു ഗ്രേ ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിൽ ടൈലൊക്കെ കൊടുത്തിട്ടുണ്ട്. ഒരു ഭാഗത്തായിട്ട് വാഷേരിന്റെ യൂണിറ്റും മിറർ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇനി നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂം നോക്കാം. ഈ ബെഡ്റൂം നേരത്തെ കണ്ട പോലെ തന്നെ വളരെ സിമ്പിൾ ആയിട്ട് എന്നാൽ നല്ല സൗകര്യത്തിൽ ചെയ്ത ബെഡ്റൂം ആണ് കേട്ടോ. 2 വശത്തായിട്ട് 2 കോട്ടാണ് കൊടുത്തിട്ടുള്ളത്. സിംഗിൾ കോട്ടാണ്. കൂടാതെ വിൻഡോസിലൊക്കെ ആയിട്ട് സീബ്ര ബ്ലൈൻഡ്സ് ആണ്. ഈ ഒരു കോർണറിലായിട്ടാണ് ഇവിടെ വാർഡ്രോബ് സെറ്റ് ചെയ്തിട്ടുള്ളത്. നേരത്തെ കണ്ട സെയിം ഡിസൈൻ ആണ്. അലുമിനിയം ഫാബ്രിക്കേഷൻ തന്നെയാണ്. ഇവിടെ സീലിംഗിലായിട്ട് നോക്കുകയാണെങ്കിലും 4 വശത്തായിട്ട് 4 LED ലൈറ്റ്സ് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. ഈ റൂമിലായിട്ടും അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിട്ടുണ്ട്. നേരത്തെ ബാത്റൂം കണ്ടില്ലേ, അതേപോലെ തന്നെ നല്ല സൗകര്യത്തിലാണ് ചെയ്തിട്ടുള്ളത്. ഈ ബാത്റൂമിലായിട്ടും വാഷേരിന്റെ യൂണിറ്റ് ഒക്കെ വരുന്നുണ്ട്. ഇവിടുത്തെ കിച്ചൺ അടിപൊളിയാണ്. അത് കാണുന്നതിന് മുന്നായിട്ട് നമുക്ക് ഇവിടെ സ്റ്റെയർ ഒക്കെ നോക്കാം കേട്ടോ. സ്റ്റെയറിന്റെ ഹാൻഡ് റെയിൽ കൊടുത്തിട്ടുള്ളത് ജിയായിലാണ്. കൂടാതെ ഇവിടെ ഫ്ലോറിലായിട്ട് കൊടുത്ത ഒരു സെയിം മാർബിൾ തന്നെയാണ് കേട്ടോ സ്റ്റെപ്പിന്റെ ഫ്ലോർ. നമ്മൾ മുകളിലേക്ക് കയറുമ്പോൾ ഈ ഭാഗത്ത് വോളിലായിട്ട് ഒരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഇങ്ങോട്ട് കയറി വരുമ്പോൾ ഇവിടെ നമ്മുടെ സ്റ്റെയർ ഏരിയയിലെ ലാൻഡിങ്ങിലായിട്ടും ഇതുപോലെ ഒരു സ്പേസ് വരുന്നുണ്ട് കേട്ടോ. അവിടെ വോളിലായിട്ട് നോക്കുകയാണെങ്കിൽ പരഗോള ഗ്ലാസ് ഡിസൈനും ലൈറ്റ്സ് ഒക്കെ വരുന്നുണ്ട്. അതുകൂടാതെ നമ്മുടെ സ്റ്റെയർ ഏരിയയിലെ റൂഫിലായിട്ട് നോക്കുകയാണെങ്കിലും ഇതുപോലെ കട്ടിങ് വന്നിട്ട് അവിടെ ആയിട്ടും ഗ്ലാസ് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. നമ്മൾ അങ്ങനെ മുകളിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ ഒരു കുഞ്ഞു ഹോളാണ് കേട്ടോ വരുന്നത്. ജസ്റ്റ് ഒരു പാസേജ് പോലെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ജസ്റ്റ് ഒരു സ്റ്റഡി ഏരിയ കൊടുത്തിട്ടുണ്ട്. കൂടാതെ 2 വശത്തായിട്ടാണ് 2 ബെഡ്റൂംസ് വന്നിട്ടുള്ളത്. കൂടാതെ ഈ ഒരു ഭാഗത്തായിട്ട് തന്നെ ബാൽക്കണിയും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് ഒരു ബെഡ്റൂം വരുന്നുണ്ട്. അതിൽ കാര്യമായിട്ട് വർക്കൊന്നും വരുന്നില്ല കേട്ടോ. ഇനിയിപ്പോ നമ്മൾ ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഇവിടെ നമ്മുടെ 4ാമത്തെ ബെഡ്റൂം വന്നിട്ടുണ്ട്. അതൊന്നും നോക്കില്ലേ. അങ്ങനെ നമ്മുടെ 4ാമത്തെ ബെഡ്റൂമിലേക്ക് വരുമ്പോൾ ഇവിടെ നമ്മുടെ 3ാമത്തെ ബെഡ്റൂമിലും 4ാമത്തെ ബെഡ്റൂമിലൊക്കെ ടൈലാണ് കേട്ടോ ഫ്ലോറിലായിട്ട് കൊടുത്തിട്ടുള്ളത്. ദെൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ആയിട്ട് വലിയൊരു കോട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കൂടാതെ വിൻഡോസിലൊക്കെ നമ്മൾ കണ്ട പോലെ തന്നെ സീബ്ര ബ്ലൈൻഡ്സ് ആണ് കർട്ടൻസ്. ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഒന്ന് നോക്കി, ഇത് വന്നിട്ട് ബാത്റൂം ആണ് കേട്ടോ. പക്ഷെ സ്ലൈഡിംഗ് ഡോർ ആണ് കൊടുത്തിട്ടുള്ളത്. UPVC. ജസ്റ്റ് ഞാൻ സ്ലൈഡ് ചെയ്ത് കാണിച്ചു തരാം. നമ്മൾ താഴെ കണ്ട ബാത്റൂമിനേക്കാളും ഒന്നുകൂടെ സൗകര്യത്തിലാണ് കേട്ടോ ഇത് ചെയ്തിട്ടുള്ളത്. ഈ ബാത്റൂമിലായിട്ടും വാഷേരിയ യൂണിറ്റ് വരുന്നുണ്ട്. പൊതുവേ നമ്മൾ ബാത്റൂമിൽ ഇങ്ങനെ കണ്ടിട്ടില്ലല്ലോ. അപ്പൊ വെറൈറ്റി ആയില്ലേ. ഇനിയിപ്പോ നമ്മളിത് ഇങ്ങോട്ട് വരുമ്പോൾ നമ്മുടെ കോട്ടിന് ഓപ്പോസിറ്റ് ആയിട്ട് നോക്കുകയാണെങ്കിൽ ഇവിടെ വാർഡ്രോബിനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. വർക്ക് കംപ്ലീറ്റ് അല്ല കേട്ടോ. ഇവിടെ നമ്മൾ സീലിംഗിലേക്ക് നോക്കുകയാണെങ്കിൽ സ്ക്വയർ കട്ടിംഗ് ആണ് വരുന്നത്. അതിനുള്ളിലായിട്ട് ഒരു ബ്ലൂ കളർ ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. മറ്റ് LED ലൈറ്റ്സും വരുന്നുണ്ട്. അങ്ങനെ ഇനി നമ്മൾ നമ്മുടെ ബാൽക്കണിയാണ് കേട്ടോ നോക്കാൻ പോകുന്നത്. അങ്ങനെ നമ്മൾ ബാൽക്കണിയിൽ എത്തിയിട്ടുണ്ട്. ഒരു കുഞ്ഞു സ്പേസിലാണ് ഇവിടെ ബാൽക്കണി ചെയ്തിട്ടുള്ളത്. ഇവിടെ ഫ്ലോറിൽ വന്നിട്ടും ടൈലൻ ആണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ എൻഡിലായിട്ട് നോക്കുകയാണെങ്കിൽ ഇതുപോലെ ജിയായിൽ റെയിലിംഗ് ആണ് ചെയ്തിട്ടുള്ളത്. നമ്മൾ പുറത്ത് എക്സ്റ്റീരിയറിൽ ഷോവാള് ഹൈലൈറ്റ് ചെയ്തെന്ന് പറഞ്ഞില്ലേ പെയിന്റിംഗ് കൊണ്ട്, ആ ഒരു ഭാഗം ഇങ്ങോട്ട് കൂടി വരുന്നുണ്ട് കേട്ടോ. അപ്പൊ നമുക്കിനി നമ്മുടെ കിച്ചൺ നോക്കിയാലോ. കിച്ചന്റെ ഡോർ വന്നിട്ട് വുഡിന്റെ ഡോറിൽ ഇതുപോലെ സിമ്പിൾ ആയിട്ട് ഗ്ലാസിന്റെ ഡിസൈൻ ഒക്കെ കൊടുത്തിട്ടുണ്ടേ. അങ്ങനെ നമ്മൾ കിച്ചണിൽ എത്തിയിട്ടുണ്ട്. നല്ല സൗകര്യത്തിൽ വർക്ക് ഏരിയ കൂടി ഇൻക്ലൂഡ് ചെയ്ത് വളരെ മനോഹരമായ രീതിയിലാണ് കേട്ടോ ഇവിടെ കിച്ചൺ ചെയ്തിട്ടുള്ളത്. ഇവിടെ ഗ്രൗണ്ട് ഫ്ലോറിൽ നോക്കുകയാണെങ്കിൽ മൊത്തത്തിൽ മാർബിൾ തന്നെയാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. അത് വന്നിട്ട് വൈറ്റ് കളറിലാണ്. കൂടാതെ ഇവിടെ വോളായിട്ട് നോക്കുകയാണെങ്കിലും ഫുൾ ആയിട്ട് വൈറ്റ് കളർ ടൈല് കൊടുത്തതുകൊണ്ട് തന്നെ നല്ല സ്പീഷ്യസ് ആയിട്ട് തോന്നുന്നുണ്ട് കേട്ടോ.
നമ്മൾ കിച്ചണിലോട്ട് കയറി വന്ന് ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ വോളിലായിട്ട് തന്നെ ഇതുപോലെ ഷെൽഫ് ചെയ്തിട്ടുണ്ട്. നമുക്ക് കുക്കിങ്ങിന് ആവശ്യമായിട്ടുള്ള ഐറ്റംസ് ഒക്കെ കീപ്പ് ചെയ്യാവുന്ന തരത്തിൽ രണ്ട് വശത്തായിട്ട് നോക്കി രണ്ട് ഷെൽഫ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കൂടാതെ ഇവിടെ നടുക്കായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു ക്രോക്കറി യൂണിറ്റും ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പോ നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ നമുക്ക് ജസ്റ്റ് വർക്കൊക്കെ ചെയ്യാനൊക്കെ പറ്റുന്ന രീതിക്ക് കുഞ്ഞൊരു റാക്ക് കൊടുത്തിട്ടുണ്ട്. റാക്കിന് താഴെയായിട്ട് നോക്കുകയാണെങ്കിലും ഇതുപോലെ അതേ സ്റ്റോറേജ് സ്പേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഈ ഒരു കോർണറില്ലേ ഇവിടെ ആയിട്ടാണ് കേട്ടോ നമ്മുടെ ഫ്രിഡ്ജ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതിന് മുകളിലായിട്ടും ഇതുപോലെ ഒരു ഷെൽഫ് വരുന്നുണ്ട്. ലിഫ്റ്റ് ഓവർ ആയിട്ടാണ് കേട്ടോ ഡോറൊക്കെ ചെയ്തിട്ടുള്ളത്. നമ്മുടെ കിച്ചണിലോട്ട് വെന്റിലേഷൻ കിട്ടുന്ന രീതിക്ക് ഈ ഭാഗത്ത് ഒരു വിൻഡോ കാണാം. വിൻഡോയിലായിട്ടും സീബ്ര ബ്ലൈൻഡ്സ് ആണ്. ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ആയിട്ട് തന്നെ അടുപ്പ് കൊടുത്തിട്ടുണ്ട്. അടുപ്പിന് താഴെ വിറക് വെക്കാവുന്ന സ്പേസും ഇതുപോലെ ക്ലോസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോ നമ്മൾ ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഇവിടെ ആയിട്ട് തന്നെ ഗ്യാസ് സ്റ്റവ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. താഴെയായിട്ടും നമുക്ക് ഇത് ഐറ്റംസ് ഒക്കെ വെക്കാവുന്ന രീതിക്ക് തന്നെ ക്യാബിൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഫ്രിഡ്ജിന് മുകളിൽ കണ്ട പോലെ തന്നെ ഈ ഭാഗത്തായിട്ടും ഇതുപോലെ ഷെൽഫ് വരുന്നുണ്ട് കേട്ടോ. ലിഫ്റ്റ് ഓവർ തന്നെയാണ് വന്നിട്ടുള്ളത്. ഇനി നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോൾ കുറച്ച് പുറത്തേക്ക് തള്ളിയ രീതിക്കാണ് ഇവിടെ സിങ്ക് ചെയ്തിട്ടുള്ളത്. ഇവിടെ ജസ്റ്റ് ഒരു ബോർഡർ കൊടുത്തതുകൊണ്ട് വെള്ളം അങ്ങോട്ട് എടുക്കൂല കേട്ടോ. അത്യാവശ്യം വലിയൊരു സിങ്ക് ആണ്. ഇവിടെ ആയിട്ട് റെയിലിംഗ് ചെയ്തിട്ടുണ്ട്. അതിലായിട്ടാണ് പാത്ര സ്റ്റാൻഡ് ഒക്കെ കൊടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്നും കൂടാതെ മുകളിലായിട്ട് സ്റ്റോറേജിന് വേണ്ടിയിട്ട് ഇതുപോലെ സ്പേസ് കൊടുത്തിട്ടുണ്ട്. കൂടാതെ സീലിംഗിലായിട്ടും LED ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ വീട് മൊത്തത്തിൽ പണി കഴിപ്പിക്കാനായിട്ടുള്ളത് 34 ലക്ഷം രൂപയാണ് കേട്ടാ. അപ്പൊ ഏതൊരു സാധാരണക്കാരനും പറ്റുന്ന രീതിയിൽ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എന്നാൽ നല്ല ഭംഗിയിൽ തന്നെയാണ് കേട്ടോ ഈ വീട് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമായോ? എന്നാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അതൊക്കെ കമന്റ് ചെയ്യണം കേട്ടോ. പിന്നെ ഇതുപോലുള്ള മനോഹരമായ ഒത്തിരി വീടുകളുടെ വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. മെയിൻ ആയിട്ടും നമ്മൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഒത്തിരി വീടുകൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. ആ വീഡിയോസ് ഒക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ. മറ്റൊരു വീഡിയോ ചെയ്യണം. ബൈ.